നരേന്ദ്രമോദിയുടെ ഏതാനും ദിവസങ്ങൾ വീട്ടുതടവിലാക്കിയ പാറ്റകളുടെ വിപ്ലവത്തിന്റെ നേർക്കാഴ്ച കാണുവിൻ. ഡൽഹിയിൽ പ്രതിഷേധം ചെയ്യുന്ന വിദ്യാർത്ഥികൾ എത്ര ധൈര്യത്തോടുകൂടിയാണ് പോലീസുകാരുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആക്രോശിക്കുന്നത്, വളരെ ധൈര്യത്തോടുകൂടി പ്രതിഷേധിക്കുന്നത്. പോലീസുകാരുടെ വാഹനത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട്, പോലീസുകാരുടെ വാഹനത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് ഇടിച്ച് കേറ്റു, ഞങ്ങളെ കൊല്ലൂ എന്നൊക്കെ ആക്രോശിക്കുന്നു. നടന്നു പോകുന്ന പോലീസുകാരെ നോക്കിക്കൊണ്ട് നിങ്ങൾ തല്ലാൻ വന്നതാണോ, എങ്കിൽ വന്ന് തല്ലൂ എന്ന് ചോദിക്കുമ്പോൾ ഇളിഭ്യരായ പോലീസുകാർ നടന്നു പോകുന്നു. ഇതെല്ലാമാണ് നമ്മളിവിടെ കാണുന്നത്. എന്തിനാണ് ഇവർ ഇത്ര ത്യാഗം സഹിച്ചുകൊണ്ട് ഈ ഡൽഹിയിൽ ഉറക്കമില്ലാത്ത രാത്രികൾ സൃഷ്ടിക്കുന്നത്? അതിക്രൂരമായ വേദന അനുഭവിച്ചിട്ടും ഇതെല്ലാം സഹിച്ചുകൊണ്ട് ഇവരെന്തിനാണ് ഇവിടെ പ്രതിഷേധിക്കുന്നത്? ഇവരെല്ലാം ഭാവിയിലെ ഡോക്ടർമാരാണ്. പക്ഷേ സിസ്റ്റം തകരാറായതുകൊണ്ട് അവർക്ക് ഇവിടെ പ്രതിഷേധിക്കേണ്ടി വന്നു. നമുക്കിവിടെ ഒരു ഡോക്ടറിന്റെ വാക്കുകൾ കേൾക്കാം. ഡോക്ടറാണ് ഞാനു. എനിക്കറിയാം 120 ക്വസ്റ്റ്യന് ഒരു വർഷം 120 ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഒരു വിദ്യാർത്ഥി എടുക്കുന്ന എഫേർട്ട്. ആ 120 ക്വസ്റ്റ്യൻ നമുക്കൊരു ഒരു ദിവസം നമുക്കൊരു 10 ലക്ഷം കൊടുത്തു കിട്ടുമെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു സിസ്റ്റം? പിന്നെന്തിനാണ് ഇവിടെ ഒരു സിസ്റ്റമായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? കേട്ടില്ലേ? ഒരു MBBS ഡോക്ടർ ആവാൻ 120 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം 10 ലക്ഷം കൊണ്ട് വിലക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ എത്ര സിമ്പിളാണ്. ഏത് അണ്ടനും അടകോടനും ഡോക്ടർ ആവാം, കാശുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അതാണ് സ്ഥിതി. രാജ്യസ്നേഹികൾ എന്ന് അവകാശപ്പെടുന്നവർ, മുൻകാലങ്ങളിൽ കന്നുകാലികൾ മേച്ച് നടന്നവർ ഇപ്പോൾ കോടീശ്വരന്മാരാണ്. ഈ കോടീശ്വരന്മാരുടെ മക്കൾക്ക് പഠിക്കാതെ തന്നെ ഡോക്ടർ ആവാം. അങ്ങനെ സിസ്റ്റമാണ് ഇവിടെ സംജാതമായിട്ടുള്ളത്. അതിനെതിരെയാണ് ഇവർ പൊരുതുന്നത്. പഠിച്ച് ബ്രില്യൻ്റായ ഇതുപോലെയുള്ള വിദ്യാർത്ഥികൾ ഭാവിയിലെ സ്വപ്നങ്ങൾ തകർന്നതിനെതിരായിട്ടാണ് ഇവിടെ പ്രക്ഷോഭം ചെയ്യുന്നത്. ഒരു കുട്ടിക്ക് ഡോക്ടർ ആവണമെങ്കിൽ വർഷങ്ങളോളം കഠിനമായി പരിശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഒരു ഡോക്ടർ ആവാൻ കഴിയുള്ളൂ. ഇവിടെ ബുദ്ധിയുമില്ല, പരിശ്രമിക്കാനൊട്ട് സമയവുമില്ല, ക്ഷമയുമില്ല. 10 ലക്ഷം രൂപ തന്നാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ അങ്ങോട്ട് പോരും. അത് കിട്ടിക്കഴിഞ്ഞാൽ MBBS ഡോക്ടർ. ഇങ്ങനെയുള്ള ഡോക്ടർമാർ നമ്മുടെ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ട രോഗികളുടെ കാര്യം അധോഗതിയാണ്. സത്യത്തിൽ ഇതുപോലെയുള്ള ഡോക്ടർമാർ വരാതിരിക്കാനും ന്യായമായി പഠിച്ച് പരിശ്രമത്തിലൂടെ ഡോക്ടർമാർ ഉണ്ടാവാനും വേണ്ടിയാണ് ഈ പ്രതിഷേധം. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും, ബുദ്ധിയില്ലാത്തവർ ഇതിനെ പരിഹസിച്ചുകൊണ്ടേയിരിക്കും.